ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ഫസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ പോവാച്ചാൽ എവിടെയാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവാണ് ബാംഗ്ലൂരേക്ക്. വളരെ അടുത്താണ്, എൻ്റെ നാട്ടിൽ നിന്നും വളരെ അടുത്തായ ബാംഗ്ലൂരേക്ക് ട്രിപ്പ് പോവാണ്. എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരിട്ടിയല്ല, ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബാംഗ്ലൂർ എത്തുകയെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എത്തും. അപ്പോൾ അവിടെ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ കൂർഗ് ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ കയറി. രാവിലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു 6-7 മണിക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി നമ്മൾ അവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ആ വഴി ബാംഗ്ലൂരിലേക്ക് പോകുന്ന മിക്കവരും ആ ഹോട്ടലിൽ കയറിയിട്ടാണ് തോന്നുന്നു ഫുഡ് കഴിക്കുക. നല്ലൊരു ആംബിയൻസ് ആണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും സർവീസൊക്കെ വളരെ നല്ലതായിരുന്നു അവിടുത്തെ. സോ ഞങ്ങൾ പുട്ട് എന്നാട്ടോ പറയുക, പുട്ടും ഇഡലി, പൂരി ഇതൊക്കെയാണ് വാങ്ങിച്ചത്. ആസ് യൂഷ്വൽ പുട്ടിൻ്റെ കൂടെ ചിക്കൻ കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ചിക്കൻ കറി കഴിക്കുക, ചില ആൾക്കാർ കഴിക്കും, അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിയിൽ ഞങ്ങൾ നല്ല ഒരു വ്യൂ കണ്ടു. ഇത് ഗുൽമോഹർ ചെടിയാണെന്ന് തോന്നുന്നു. ഈ ഗുൽമോഹറിൻ്റെ ആ ഭംഗി നമ്മളെ ഗ്ലാസിൻ്റെ അതിലേക്കൂടെ നോക്കിയപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി അവിടെ നിർത്തി. നമ്മൾ പിന്നെയും തിരിച്ച് റിവേഴ്സ് വന്നിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എടുത്തത് എൻ്റെ ഫ്രണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അവളെ ശരിക്കും അതിൻ്റെ നന്നായി വീഡിയോ എടുക്കാനൊക്കെ കേട്ടോ അവൾക്ക്. അപ്പോൾ നമ്മൾ തിരിച്ച് റിവേഴ്സ് വന്ന ആ വീഡിയോ രണ്ടാമത് എടുക്കുമായിരുന്നു. നല്ല ഭംഗി തോന്നി അത് ഇതിലേക്കൂടെ കണ്ടപ്പം. ഗുൽമോഹർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയോ മറ്റോ ഇല്ലേ ഉണ്ട്, നമ്മളെ മലയാളത്തിലൊരു സിനിമ ഉണ്ടായിരുന്നു ഗുൽമോഹർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ഈ പാറയിൽ അതെനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല. ആ പാറ എന്തോ ഷോലെ പാറ എന്നങ്ങനെ കേട്ടോ അതിന് പറയാം. ഷോലെ എന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമയുടെ ഷൂട്ടിങ് നടന്ന ഒരു സ്ഥലമാണത്. ശരിക്കും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ബാംഗ്ലൂരേക്ക് എൻ്റർ ചെയ്തു. ബാംഗ്ലൂർ തിരക്കും കാര്യങ്ങളും നമ്മളെ എന്താ പറയുക IT ഹബ്ബ് ആയ ബാംഗ്ലൂരേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ബാംഗ്ലൂരേക്ക് പോകുന്നത്. ഇത് മാന്യത ടെക് പാർക്കാണോ മറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലേക്കൂടെ കയറി ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കാണിച്ചു തരാൻ വേണ്ടി, അവർക്ക് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ അതുവഴി കയറിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങും കാര്യങ്ങളുടെയൊക്കെ ഇതിങ്ങനെ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ സുഹൃത്തുക്കളും ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ ആക്ച്വലി. അപ്പോൾ വളരെ ഒരുപാട് നാളുകൾക്ക് ശേഷം ബാംഗ്ലൂർ പോയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാം. ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അവർ ഞങ്ങളുടെ മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം എൻ്റെയും കൂടെ ഫ്രണ്ട്സായി അവർ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ത്രില്ലൊക്കെ ആയിരുന്നു ഞങ്ങളെല്ലാവരും. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരെയും കാണുന്നത്. അങ്ങനെ നമ്മൾ ആ സിറ്റീൻ്റെ മാന്യത ടെക് പാർക്കിലേക്ക് കൂടെ ഓടിച്ച് ഞങ്ങളതിൻ്റെ പുറത്തേക്ക് കടക്കാൻ പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഉള്ളിലേക്കൂടെ, ഈ മാന്യത ടെക് പാർക്കിൻ്റെ ഉള്ളിലേക്കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ വഴിയൊന്നും ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇലക്ട്രോണിക് സിറ്റി, വൈറ്റ് ഫീൽഡ് ആ ഒരു ഏരിയയിലെ കൂടെയൊക്കെയാണ് അധികം പോയത്. ഇത് ശരിക്കും നമ്മൾ കുറച്ച് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ്, ബാംഗ്ലൂർ പുറത്താണ്. ഞങ്ങൾ അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു, ഒരാളെ മീറ്റ് ചെയ്തു, ഒരു ഫാമിലിയെ. അങ്ങനെ ഞങ്ങൾ നന്ദന പാലസിന് ഭക്ഷണം കഴിക്കാം, ബിരിയാണി കഴിക്കാം, അല്ലെങ്കിൽ മീൽസ് കഴിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഫോട്ടോ എടുക്കുക ഒക്കെ ഉണ്ടായല്ലോ പരിപാടി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് കയറി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നന്ദന പാലസിനെ പറ്റി ബാംഗ്ലൂർ അറിയുന്നവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. നല്ല ഫുഡാണ്, നല്ല ഭക്ഷണമാണ്, കാര്യങ്ങളാണ്. ഞാൻ ഒരു ബിരിയാണിയാണ് പറഞ്ഞത്. ശരിക്കും അവരൊക്കെ മീൽസൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഒരു ടൈപ്പ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ നമ്മളെ കുഴഞ്ഞു കിടക്കുന്ന ബിരിയാണി ഇല്ലേ, ദൊണ്ണെ ബിരിയാണി, നന്ദന പാലസിലെ ബിരിയാണി, പിന്നെ മേഘന ബിരിയാണി, ആ ഒരു ടൈപ്പ് ബിരിയാണിയൊക്കെ ഇഷ്ടമാണ്. എറണാകുളത്ത് തൊപ്പി വാപ്പ ബിരിയാണി ഉണ്ട്, അത് ഞാൻ കഴിച്ചിട്ടുണ്ട്, വളരെ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ എത്തി, ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഫുഡൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഒരു കബാബ്, ഒരു പ്ലേറ്റർ പോലത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 3 കളറിലുള്ള ഹരിയാലി കബാബ്, ടിക്ക, പിന്നെ അങ്ങനെ വേറെ തന്തൂരി, അങ്ങനെ ഒരു
3 സാധനങ്ങൾ ഞങ്ങൾ ഒരു പ്ലേറ്റ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ആസ് യൂഷ്വൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബിരിയാണി വന്നില്ല. ചോറിൻ്റെ കൂടെയുള്ള ഐറ്റംസൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പായസം, മോരില്ല, മീൻസ് തൈരാണെന്ന് തോന്നുന്നു, തൈര് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു പരിപ്പ് കറിയില്ലേ, മീൽസിൻ്റെ കൂടെ നമുക്ക് വിളമ്പുന്ന ആ പരിപ്പ് കറി, അത് ഭയങ്കര ടേസ്റ്റാണ്. ആ പരിപ്പ് കറിക്ക് ഞാൻ മുന്നേ വന്നപ്പോൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ബിരിയാണി വന്നു. ബിരിയാണി ഞങ്ങളെല്ലാവരും കൂടെ എല്ലാം ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കേട്ടോ കഴിച്ചത്. അപ്പോൾ കേട്ടോ, അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കുന്നത് ഭയങ്കര രസമാണ്. നെയ്യും പരിപ്പും കൂടി കഴിക്കുന്നത് നമ്മൾ സാധാരണ നാട്ടിലായാലും അങ്ങനെ ചെയ്യാറില്ലേ, നെയ്യും പരിപ്പൊക്കെ കൂട്ടി കഴിക്കാറില്ലേ. അപ്പോൾ അങ്ങനെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ബാംഗ്ലൂരിന് പുറത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എവിടെയാണെന്ന്. അപ്പോൾ അവിടെ ഒരു 4 വില്ലയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. എന്താ 4 വില്ലയിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു 23-25 ആൾക്കാരുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഞങ്ങളെല്ലാവരും. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. അങ്ങനെ ഓരോ വില്ലയിൽ ഗ്രീക്ക് സ്റ്റൈലിൽ ഒരു വില്ല ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ നോർമലിയുള്ള 2 വില്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തത് ഗ്രീക്ക് സ്റ്റൈലിലുള്ള ഒരു വില്ലയായിരുന്നു. അപ്പോൾ അവിടെ നല്ല ആംബിയൻസ് ആണ്. വളരെ ബാംഗ്ലൂരിൻ്റെ പുറത്ത്, ഇത്രയും തിരക്കുള്ള ആ ഒരു ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് നേരെ പുറത്ത് വന്നപ്പോൾ ഭയങ്കര നിശബ്ദതയായിരുന്നു അവിടെ മുഴുവൻ. നല്ല എന്താ പറയുക, നമുക്ക് നല്ല എയറായിരുന്നു. നല്ല എന്താ പറയുക, ആ ഒരു പൊല്യൂട്ടഡ് എയർ എന്നൊക്കെ മാറി നമ്മളവിടെ വന്നപ്പോൾ നല്ല അങ്ങനെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ബാംഗ്ലൂർ. അപ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് സ്പേഷ്യസ് ആണ് അവിടെ എല്ലാം. റൂമായാലും നമ്മുടെ പുറത്ത് നമ്മൾ പാർട്ടി ഏരിയ ആയാലും എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവരുടെ സർവീസും വളരെ നല്ലതായിരുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഉണ്ടാക്കി കൊണ്ടുതരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന ചപ്പാത്തി വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഉണ്ടാക്കി നമുക്ക് കൊണ്ടുവന്ന് അവിടെ വെക്കും. അതിനുള്ളിൽ അടുക്കളയും അങ്ങനെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ കൊണ്ടുവെക്കും ടേബിളിൽ, ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കും. അങ്ങനെയായിരുന്നു ഇത്. അപ്പോൾ ഇത് ഞങ്ങൾ ഒരു റൂമിലോട്ടേക്ക് കയറിയതാട്ടോ. ഒരു റൂമല്ല, ഒരു വില്ലയിലോട്ടേക്ക് കയറിയ. ആ വില്ലയിലോട്ടേക്ക് കയറിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ കിച്ചൺ പോലെ ഡൈനിങ് ടേബിള്, പിന്നെ നേരെ ഒരു ലിവിങ് റൂം, പിന്നെ അവിടെ തന്നെ ലിവിങ് റൂമിൽ നേരെ ഒരു 4 ബെഡ്റൂം ഉണ്ടായിരുന്നു. 4 ബെഡ്റൂമാണ് ഒരു വില്ലയിൽ. 4 ബെഡ്റൂമാണെന്ന് തോന്നുന്നു. 4 ബെഡ്റൂമാണ്. അതിൽ ഒരെണ്ണം ഒരു ബെഡ്റൂം ഡോർമെറ്ററിയാണ്. അതായത് 3-4 ബെഡ് ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നേരെ പുറത്തേക്ക് നമ്മൾ നോക്കിയപ്പോൾ നല്ല കാഴ്ച, നല്ല സ്വിമ്മിങ് പൂള്. ഞങ്ങൾക്ക് സ്വിമ്മിങ് പൂളൊക്കെ എല്ലാവർക്കും വേണം എന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ നല്ല സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ കാമായൊരു സ്ഥലം കേട്ടോ അത്. അങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ വളരെ കാമായിട്ടുള്ളൊരു സ്ഥലം. എല്ലാവരും ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. എവിടെയാണ് നമ്മൾ പാർട്ടിയൊക്കെ നടത്തേണ്ടത്, എല്ലാവരും കൂടെ എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് അങ്ങനെ ഇപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഞാൻ പോകുന്നത് ഞങ്ങൾ പിന്നെ സ്റ്റേ ചെയ്ത വില്ലയിലേക്കാട്ടോ. ഇത് ഒരു ഗ്രീക്ക് സ്റ്റൈൽ വില്ലയാണ്. എന്ന് വെച്ചാൽ അത് നമുക്ക് പോകെ അത് കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ കയറി വന്ന് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ മുളയാണോ എന്താണെന്ന് അറിയില്ല, ഒരു ചെടി, ഒരു കള്ളിമുൾ ചെടി, എന്തൊരു ചെടി അത്. അപ്പോൾ നേരെ കിടന്നത് ഇങ്ങനെ ഒരു നടന്നു പോകേണ്ട ഒരു സ്ഥലം, അവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാട്ടോ. ആ വില്ലേൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പം ഇതാണ് ഞങ്ങൾ താമസിച്ച, ഞാനും എൻ്റെ ഫ്രണ്ടും പിന്നെ 2-3 വേറെ ഫ്രണ്ട്സൊക്കെ കൂടെ താമസിച്ചത് ഇവിടെ. അപ്പോൾ ഇതിൽ ഒരു ലിവിങ് റൂമാണ്. ഇതൊരു ലിവിങ് റൂമാണ്. ഇപ്പോൾ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, പുറത്തോട്ടേക്ക് സ്വിമ്മിങ് പൂളാണ്. അത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. അത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ സ്വിമ്മിങ് പൂളാണ്, കണ്ടില്ലേ? പുറത്തോട്ടേക്ക് നോക്കുമ്പോൾ അതിൻ്റെ പുറത്തോട്ടേക്ക് സ്വിമ്മിങ് പൂളാണ്. ഇവിടെയുണ്ട്, എല്ലാ വില്ലയിലും സ്വിമ്മിങ് പൂളുണ്ട്. ഇവിടെയും ഇവിടെ 3 ബെഡ്റൂമേ ഉള്ളൂ. ഈ 3 ബെഡ്റൂമിൽ ഉള്ളിൽ 3 ബെഡ്റൂമും പുറത്ത് ഒരു ബെഡ്റൂമും അതിൻ്റെ മുകളിൽ ഒരു ഡോർമെറ്ററി ആയിട്ടാണ് ഉള്ളത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാത്റൂമിനാണ് പ്രത്യേകത. ശരിക്കും നമ്മൾ ഉള്ളിലേക്ക് കയറി അത് ബെഡും കാര്യങ്ങളൊക്കെ 2 ടേബിളും വളരെ നീറ്റാണ് കേട്ടോ കാര്യങ്ങൾ. അതിൻ്റെ ബാത്റൂം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഡോറാണ് കേട്ടോ ബാത്റൂമിന്. 2 ഡബിൾ ഡോറാണ്.
അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്നിനും ഭയങ്കര ഒരു വലിയ ഒരു ചുമര് വോളാണ് അതിന്. അപ്പോൾ ഇതാണ് അതിൻ്റെ വാഷ് ബേസിൻ. ഈ വാഷ് ബേസിനാണ് അതിൻ്റെ പ്രത്യേകത. വാഷ് ബേസിൻ എന്ന് വെച്ചാൽ ഒരു മുള വെച്ചിട്ട്, ഇത് അതിൻ്റെ ടോയ്ലറ്റും കാര്യങ്ങളും കേട്ടോ, സാധാ നമ്മളെ ടോയ്ലറ്റും കാര്യങ്ങൾ. ടോയ്ലറ്റിന് വാതിൽ എന്ന് പറയാനൊന്നുമില്ല, ഒരു വോൾ. ഏകദേശം നമുക്കൊരു കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ജയിലിൻ്റെ ഒരു ഫീലിംഗ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, ഒരു ജയിലിൻ്റെ റൂമിലേക്ക് ജയിലിൽ കയറുന്ന നമുക്കൊരു ടി വിയിലൊക്കെ കണ്ട പരിചയം ഉണ്ടാവില്ലേ, ഏകദേശം അതുപോലെയൊക്കെയാണ് അതിൻ്റെ ബാത്റൂം. ഇതാണ് അതിൻ്റെ വാഷ് ബേസിൻ്റെ വെള്ളം വരുന്ന സ്ഥലം കേട്ടോ. ഇത് പൈപ്പ് ഒരു മുളയിലേക്ക് കൂടെ, മുള പോലത്തെ ഒരു സാധനം കണക്ട് അതിൽ കൂടെ വെള്ളം, ഇത്രയും വലിയൊരു ഭരണി പോലത്തെ ഒരു സാധനമാണ്. കൂജ പോലെയില്ല, അതുപോലത്തെ കൂജയല്ല, ഒരു ഭരണി പോലത്തെ സാധനമാണ് അവിടുത്തെ വാഷ് ബേസിൻ. അപ്പോൾ ഇതാണ് ബെഡ്റൂം. അപ്പോൾ ശരിക്കും ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് വീഡിയോ ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്ക് പറ്റും പോലെയൊക്കെ എടുത്താൽ കേട്ടോ ഇത്. എൻ്റെ ആദ്യത്തെ ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അവിടുത്തെ വേറൊരു ബെഡ്റൂമാണ്. അപ്പോൾ അതിൻ്റെ ബാത്റൂമും സെയിം തന്നെയാണ്. നമ്മൾ അത് ബാത്റൂമിൽ കണ്ടില്ലേ, ആ വാഷ് ബേസിൻ കണ്ടില്ലേ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ്. ആ ബാത്റൂമിൻ്റെ അല്ല, ആ വാഷ് ബേസിൻ്റെ ഷേപ്പ്. പിന്നെ നോർമൽ നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു അറിവ്, ഞാൻ എടുത്തതിൽ പല മിസ്റ്റേക്കുകളും ഉണ്ട്, വീഡിയോ ഒന്നും അത്ര പ്രോപ്പറല്ല. പക്ഷെ എന്നാലും ഇതൊന്നും എനിക്ക് എൻ്റെ ചാനലിൽ കൂടെ ആദ്യമായിട്ടൊന്ന് കാണിക്കണമെന്ന് തോന്നി. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. വരുന്ന ഇതിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും ഓരോ കാര്യങ്ങൾ. അങ്ങനെ രാത്രി ഞങ്ങൾ പാർട്ടിയൊക്കെ ഇങ്ങനെ ദംസ്റ്റാർസ് കളിക്കുകയായിരുന്നു എല്ലാവരും കൂടെ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങൾ കളിച്ച് വളരെ നന്നായി എൻജോയ് ചെയ്ത ഒരു മൊമെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഹസ്ബൻഡ് ആണ്, എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബാക്കിയുള്ളവരൊക്കെ ഹസ്ബൻഡൊക്കെയാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. വളരെ നന്നായി ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അതെല്ലാവരും കൂടെ എത്രയോ കാലത്തിന് ശേഷം കണ്ട് ഞങ്ങളങ്ങനെ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് പിന്നെ അത് തീർന്നു. അന്നത്തെ ദിവസം തീർന്നു. ഞങ്ങൾ പിന്നെ നേരെ എല്ലാവർക്കും അറിയാമല്ലോ അവിടുത്തെ പബ്ബിലോട്ടേക്ക് ഞങ്ങൾക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടോ പബ്ബിലോട്ടേക്ക് പോകുന്നത്. ഇത് ഒയ്യ എന്ന് പറഞ്ഞ വേറൊരു ബാംഗ്ലൂരിലൊരു പബ്ബായിരുന്നു. വളരെ നല്ലൊരു സ്ഥലമാണ്, നല്ല ആംബിയൻസ് ഉള്ള നല്ല സ്ഥലം കേട്ടോ ഈ ഒയ്യ എന്ന് പറയുന്നത്. ഞങ്ങൾ പോയ ദിവസം നല്ല മഴയായിരുന്നു അവിടെ. പക്ഷേ വളരെ നല്ലൊരു നല്ല അടിപൊളിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. വളരെ നല്ല എൻജോയ് ചെയ്ത ഒരുപാട് മൊമെൻറ്റുകളുണ്ടായ ഒരു ദിവസമായിരുന്നു.